ഇന്നപ്പോൾ പുതിയൊരു വീഡിയോ ഷാന ചെയ്യാൻ പോവുകയാണ്. പപ്പായ ഫ്രൈ. അപ്പം അതിന് വേണ്ടിയിട്ട് ആശാതിഥേയമാണ്. പോകുന്ന വഴിക്ക് അവർ ആട്ടുമാമയെ ഒന്ന് നോക്കി. ഹായ്. അപ്പോൾ നമ്മുടെ കപ്പളത്തിൽ ആവശ്യത്തിനുള്ള കപ്പളങ്ങ അടുപ്പുണ്ട്. വച്ചേ മൂട്ട കുത്തു വച്ചേ, മൂടിൻ്റെ അവിടെ കുത്തിക്കേ, ചുമ്മാ കുത്താതെ. അപ്പം നമ്മുടെ കപ്പളങ്ങ റെഡി. ഇനി നമുക്ക് ഇവനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു പകുതി പീസ് എടുക്കുക. അതിനുശേഷം നമ്മൾ കിഴങ്ങൊക്കെ പൊരിക്കാൻ എടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കണ്ടോ, ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. പാത്രം എടുക്കുക, അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ ഇടുക. അതിനുശേഷം കോൺഫ്ലവർ ഇടുക. പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം. ഇളക്കി നല്ലപോലെ നമ്മൾ എത്ര മിനിറ്റ് വെക്കണം ഷാന? 10 മിനിറ്റ്. 10 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട, ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ ഇതുപോലെ വൃത്തിയായിട്ട് പുരട്ടി നല്ല അടിപൊളിയാക്കി വെക്കുക. അടച്ചങ്ങ് വെക്കാം ഒരു 10 മിനിറ്റ്. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടെയും കൂട്ടി ചതച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവനെ ഒന്ന് ഇളക്കുക ഒന്നുകൂടെ. ഇപ്പം നല്ലപോലെ ഇളക്കി ഒരു പരുവ് കണ്ടോ, അതിൻ്റെ കളർ മാറുന്ന കാണാം. നല്ലപോലെ ഇളക്കി നല്ല ഇതുപോലെ അടിപൊളിയായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളമൊക്കെ ഇറങ്ങി. നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ സ്കൂൾ ബസ് വന്നു. അതാ നമ്മുടെ പാത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ രണ്ടും കൂടെ വന്നിട്ടുണ്ട്. ഇനി നേരെ രണ്ടിൻ്റെയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്നാണ് തിന്നാനുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത അവരുടെ പരിപാടി. വിഷമൊന്നുമില്ലാത്ത സുന്ദരം കരിയാപ്പല ഒരെണ്ണം അങ്ങോട്ട് പറിച്ചെടുക്കാം. 1 or 2 ഇതൾ. അങ്ങനെ അത് ഒടിച്ചെടുത്തു. എന്നിട്ട് നമ്മളെടുത്ത് അടുപ്പിലായിട്ട് വെച്ചു. തീ കത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല കണ്ടോ, നല്ല മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും തളിച്ചിട്ടില്ല, നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതിൽ വെള്ളം തന്നെ അതിലേക്ക് പയ്യെ ഊർന്നിറങ്ങിയിട്ടാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവനെ പൊരിച്ചെടുക്കാം. ചൂടായിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനടുത്ത് അതിലേക്ക് ഇടാം. അയ്യോ, അങ്ങനെ നല്ല പതഞ്ഞ് പൊങ്ങുന്നുണ്ട്. കൂട്ടുകാരിയുടെ പാത്തുവിൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. രണ്ടുകൂടെ അവിടെ നിന്ന് വലിയ സംസാരമാണ്. അപ്പോൾ നല്ല കരിയാപ്പിൻ്റെ ഇലയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടിടാം.
അപ്പോൾ പിള്ളേർക്കുള്ള നല്ല അടിപൊളിയായിട്ട് നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല മുരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇനി അവർക്ക് നമുക്ക് കാപ്പിക്ക് ഇത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പളങ്ങ. ഇങ്ങനെ സാധാരണ കൊടുത്താൽ പിള്ളേർക്ക് തിന്നാൻ ഒരു മടിയായിരിക്കും. അപ്പോൾ ഈ മോഡലിൽ കപ്പളങ്ങ കൊടുത്താൽ എന്താണേലും പിള്ളേർ കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാത്തുവും അച്ചു ഇതേണ്ട പരിപാടി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പാത്തു? ജ്യൂസ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി അടിപൊളിയായി കൊടുക്കുവാണെങ്കിൽ പിള്ളേർ വരുമ്പോൾ 4 മണിക്ക് കാപ്പിയോ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യും. ഓക്കെ.